53 പേർ CPM-ൽ നിന്നും കൂട്ടമായി രാജിവെച്ച് പുറത്തേക്ക് പോയി എന്ന് ഞെട്ടിക്കുന്ന വാർത്തയോടെയാണ് എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് പുതിയ രാഷ്ട്രീയ ഭൂകമ്പത്തിന് തുടക്കമായിരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ നിർണായകമായ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കമ്മ്യൂണിസ്റ്റ് കോട്ടയായ കൂത്താട്ടുകുളത്ത് നിന്ന് ഈ വാർത്ത പുറത്തുവരുന്നത്. വോട്ടെണ്ണൽ നടക്കാൻ പോകുന്ന മെയ് 4 അഥവാ നാളെ അതിന്റെ തലേ ദിവസമായി ഇന്ന് സംഭവിച്ച അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച ഈ കൂട്ടരാജി മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന നേതൃത്വത്തിനും ഏൽക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഹരമാണ്. എക്സിറ്റ് പോളുകൾ ഭരണകക്ഷിയായ LDF-ന് അനുകൂലമല്ലെന്ന പ്രവചനങ്ങൾ സജീവമായിരിക്കെ സ്വന്തം പാളയത്തിലെ പടലപ്പിണക്കങ്ങൾ പരസ്യമാക്കുന്നതും CPM-ന്റെ സംഘടനാ സംവിധാനത്തിന്റെ തകർച്ചയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഈ കൂട്ടരാജിയുടെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഇതിന് നേതൃത്വം നൽകിയ വ്യക്തികൾ ശ്രദ്ധിക്കണം. CPM മുൻ ഏരിയ സെക്രട്ടറി ഷാജു ജേക്കബ് എന്ന കരുത്തനായ നേതാവിന്റെ നേതൃത്വത്തിലാണ് ഈ 53 പ്രവർത്തകർ പാർട്ടി വിട്ടത്. ഷാജു ജേക്കബ് വെറുമൊരു പ്രാദേശിക നേതാവല്ല, മറിച്ച് കൂത്താട്ടുകുളം മേഖലയിൽ CPM-ന് താഴെ തട്ടിൽ കെട്ടിപ്പടുക്കുന്നതിൽ പതിറ്റാണ്ടുകളോളം വിയർപ്പൊഴുക്കിയ വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിനൊപ്പം പാർട്ടി വിട്ടവരിൽ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആലീസ് ഷാജു, പാലക്കുഴ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KA ജയ, മുൻ വൈസ് പ്രസിഡന്റ് ബിജു മുണ്ടപ്ലാക്കിൽ എന്നിങ്ങനെ ജനസ്വാധീനമുള്ള ഒരു വലിയ നിര തന്നെയുണ്ട്. ഇതിനർത്ഥം ഒരു പ്രദേശത്തെ പാർട്ടിയുടെ ഭരണപരമായ മുഖങ്ങളും സംഘടനാ സംവിധാനങ്ങളും ഒന്നടങ്കം ഇല്ലാതായിരിക്കുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിഭാഗം പാർട്ടി വിട്ടത് എന്ന് പരിശോധിച്ചാൽ CPM-നുള്ളിലെ ഏകാധിപത്യപരമായ ശൈലിയും അണികളെ അവഗണിക്കുന്ന രീതിയുമാണ് പ്രധാന കാരണമായി പറയുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിറവം മണ്ഡലത്തിൽ സിന്ധുമോൾ ജേക്കബ് പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഈ പൊട്ടിത്തെറിയുടെ അടിസ്ഥാനം. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും അതിനെ ചൊല്ലിയുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും പരിഹരിക്കുന്നതിന് പകരം ജനസ്വാധീനമുള്ള നേതാക്കളെ വെട്ടിനിർത്താനാണ് നേതൃത്വം ശ്രമിച്ചത്. കപ്പിത്താനായി പാർട്ടി നയിക്കുന്ന പിണറായി വിജയന്റെ കർക്കശമായ അച്ചടക്ക നടപടികൾ പലപ്പോഴും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ ആവേശം തല്ലിക്കെടുത്തുന്ന ഒന്നായി മാറുകയായിരുന്നു എന്ന വിമർശനത്തിന് ഈ സംഭവം അടിവരയിടുകയാണ്. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു സംഭവം ഈ അതൃപ്തിയുടെ ആഴം വ്യക്തമാക്കും. അന്ന് പാലക്കുഴ പഞ്ചായത്തിൽ മത്സരിച്ച മിക്ക CPM സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടപ്പോൾ ഷാജു ജേക്കബ് മാത്രമാണ് മികച്ച ഭൂരിപക്ഷത്തിന് വിജയിച്ചത്. ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാധീനത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം ഒരു ആഘോഷമായിരുന്നില്ല. മറിച്ച് മറ്റ് സ്ഥാനാർത്ഥികൾ തോറ്റതിന് കാരണം ഷാജു ആണെന്ന് ആരോപിച്ച് അദ്ദേഹത്തെ പുറത്താക്കാനാണ് പാർട്ടി ശ്രമിച്ചത്. സ്വന്തം വോട്ട് ബാങ്കുള്ള നേതാക്കളെ പോലും സംശയത്തോടെ കാണുന്ന ഈ രീതി അണികൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കിയിരുന്നു. അതിന്റെ പരിസമാപ്തിയാണ് ഇപ്പോൾ കണ്ട 53 പേരുടെ രാജി. ഏറ്റവും ശ്രദ്ധേയമായ രാഷ്ട്രീയ നീക്കം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ പ്രവർത്തകർ UDF-ലേക്കോ BJP-യിലേക്കോ അല്ല പോയത് എന്നതാണ്. അവർ LDF-ലെ തന്നെ പ്രധാന കക്ഷിയായ CPI-യിലേക്കാണ് ചേക്കേറിയത്. CPM-ന്റെ ബിഗ് ബ്രദർ മനോഭാവത്തോടും പാർട്ടിയിലെ ഉന്നത നേതാക്കളുടെ ധാർഷ്ട്യത്തോടുമുള്ള ഏറ്റവും ശക്തമായ പ്രതിഷേധം കൂടിയാണിത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ CPM-നേക്കാൾ നല്ലത് CPI ആണെന്ന സന്ദേശം നൽകുന്നതിലൂടെ CPM-ന്റെ പ്രത്യയശാസ്ത്രപരമായ മേൽക്കോയ്മക്കാണ് ഇവർ മുറിവേൽപ്പിച്ചതും. തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് സ്വന്തം അണികൾ തന്നെ പാർട്ടി വിടുന്നത് കേഡർമാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ കൂത്താട്ടുകുളത്തെ ഈ കൂട്ടരാജി വെറുമൊരു പ്രാദേശിക സംഭവമല്ല. അത് കേരളത്തിലെ CPM-ന്റെ സംഘടനാപരമായ തകർച്ചയുടെയും നേതൃത്വത്തോടുള്ള അണികളുടെ അമർഷത്തിന്റെയും ലക്ഷണമാണ്. അണികളെ കേൾക്കാത്ത, ജനസ്വാധീനമുള്ള നേതാക്കളെ അവഗണിക്കുന്ന പിണറായി വിജയന്റെ ശൈലിക്കേറ്റ കനത്ത പ്രഹരമാണിത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരം വാർത്തകൾ പുറത്തു വരുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.